ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാൻ നവരയുടെ ഡോഗ് ലെഗ് പോർഷൻ റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിസാൻ നവരയുടെ സ്പെക്സ് ആണ്. അപ്പോൾ ഇത്തിരി ലോങ് ആയിട്ടുള്ള ഏരിയ ആണ് റീപ്ലേസ്മെൻറ്റിന് കാണിക്കുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 ഡോറും ഡാമേജ് ഉണ്ട്, ഫെൻഡർ ഡാമേജ് ഉണ്ട്, റിയർ ഗാർഡ് ഡാമേജ് ഉണ്ട്. ഇപ്പോൾ എല്ലാം ഡാമേജ് ഉണ്ടായിരുന്നു. 2 ഡോറ് ആദ്യം തന്നെ അഴിച്ചു മാറ്റി. റിയർ സീറ്റ് അവിടെ വെൽഡിങ് വരുന്ന കാരണം നമ്മൾ സേഫ്റ്റി പർപ്പസ് ആയിട്ടാണ് റിയർ സീറ്റ് ഞാൻ ഗ്ലാസിൻ്റെ ഏരിയ വരെ അഴിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെക്സ് പ്രകാരം മുകളിൽ വരെ എത്തുന്നു. ഇത് നമ്മൾ ട്രേ എടുത്ത് മാറ്റിയപ്പോൾ ഒരു വയറ് മിസ്സിങ് ആയിരുന്നു. അത് ഊരി എടുത്ത് മാറ്റി നമ്മൾ ആ ട്രേ വേറൊരു സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോവാണ്. അതിനും ഉള്ളിലേക്ക് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലാരി പണിയൊന്നുമില്ലായിരിക്കുന്ന കാരണം ഞാൻ ആദ്യം ആ ട്രേ റിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇതാണ് ആദ്യം മുകളിലത്തെ ഭാഗം കണ്ടില്ലേ, അവിടെയാണ് നിസാൻ നവരയുടെ സ്പെക്സിൽ കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന പോലെ അപ്പുറത്ത് കാണുന്നതാണ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ എക്സ് ക്ലാസ് U10. സെയിം ബോഡിയാണ്, ഇവരുടെ പേരും തമ്മിൽ ഷെയർ ചെയ്യണതാണ്. അപ്പോൾ അതിൽ ഈ ഞാൻ രണ്ടാമത് കാണിച്ച ആ പോർഷൻ വരെ കട്ടിങ് കാണിക്കുന്നുള്ളൂ അടിയിൽ ഭാഗം. അപ്പം ഞാൻ അവിടെ വരെ കട്ട് ചെയ്തുള്ളൂ. കാരണം അത് 2 ബോഡിയും ഒരേ ബോഡി തന്നെയാണ്, സെയിം സ്പെക്സ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആദ്യം റിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച പോലെ തന്നെ ഞാൻ ട്രേ റിപ്പയർ ചെയ്ത് ലാരിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതാദ്യം തുടങ്ങി. വേറെ എവിടെയും ജാക്ക് വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 3 സ്കിങ് സ്പേസിൽ തന്നെ ജാക്ക് വാട്ടർ പൗഡർ വെച്ചിട്ട് ജാക്ക് ചെയ്ത് ലെവൽ ചെയ്ത് ഉള്ളിൽ ആൾക്ക് കൊടുത്തു, കുട്ടിയിട്ട് ആൾക്ക് കൊടുത്തു. ഫസ്റ്റ് പിന്നെ നമ്മുടെ ജോലിയിലേക്ക് ഞാൻ കടന്നു. ഡോറ് സെറ്റ് ചെയ്ത് നോക്കണതാണ് ഫസ്റ്റ്. അപ്പോൾ ഡോറ് സെറ്റ് ചെയ്ത് ഫെൻഡറിൽ ഡാമേജ് ഉണ്ട്, അത് റിപ്പയർ ചെയ്ത് അത് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണതാണ് നല്ലത്. അപ്പോൾ ഗ്യാപ്പിനൊന്നും അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു, മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നിൽ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ റിപ്പയർ ചെയ്ത് പ്രൈമർ അടിച്ചു. ഇത് നമ്മുടെ ഇൻഡക്ഷൻ ഹീറ്ററാണ്. റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഏരിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ റഫായിട്ടുള്ളൊരു കട്ട് ചെയ്യാൻ പോകുന്നു. പെൽ സെൻറ്റർ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തു ആ പോർഷൻ. നമ്മുടെ ഹോൾ സൈഡാണ് ഈ വണ്ടിക്ക് വന്നത്. അപ്പോൾ അതിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒരു പൊടിക്കും കൂടി ഒരു ഇഞ്ച് വലുപ്പത്തിൽ കൂടുതൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് നമുക്ക് ബോഡി മിൽക്ക് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്യാം. ഇതിനൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പർ ഗിയേഴ്സ് ഉപയോഗിക്കണം, അതായത് സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് വെച്ച് നോക്കി. അപ്പോൾ കട്ടിങ്ങിനുള്ള ഏരിയ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് പിന്നെ ആ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് നമ്മൾ ബെൽ സാൻഡർ വെച്ചിട്ട് ആ വെൽഡിങ് ഏരിയ മൊത്തം ക്ലീൻ ചെയ്യണം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ സ്പോട്ട് വെൽഡ് ചെയ്യുന്ന ഭാഗം തീർച്ചയായിട്ടും ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ സ്പോട്ട് വെൽഡിങ് തീരെ പിടിക്കില്ല. ആ ഭാഗമാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ സിങ്ക് അലുമിനിയം കോട്ടിങ്ങാണ് റസ്റ്റ് പ്രിവെൻഷൻ ഉള്ളത്. അതായത് നമ്മൾ മെറ്റൽ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് റസ്റ്റിങ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവിടെ നമ്മൾ സിങ്ക് അലുമിനിയം കോട്ട് ചെയ്തു. റിയർ ഡോർ വെച്ചിട്ട് നമ്മൾ ഗ്യാപ്പും
ഹൈറ്റ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനാണ്. അത് നോക്കി നമ്മൾ ജസ്റ്റ് ടാക്ക് വെൽഡ് ചെയ്തിട്ട് സ്പോട്ട് വെൽഡിങ്ങിലേക്ക് കിടക്കും. വെൽഡിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കവറിങ് പ്രോപ്പറായിട്ട് വെൽഡിങ് ചെയ്യുമ്പോൾ വണ്ടി കവർ ചെയ്യണം. അല്ലെങ്കിൽ സീറ്റിലേക്കൊക്കെ തീപ്പൊരി പോയിട്ടുണ്ടെങ്കിൽ കത്തിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാറോലൈനറിൻ്റെ സ്പോട്ട് വെൽഡിംഗ് ആണ് നമ്മുടെ ഉള്ളത്. സ്പോട്ട് വെൽഡിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ടിപ്പ് ക്ലീൻ ആയിരിക്കണം. ഓട്ടോമാറ്റിക് കാറോലൈനർ ഓട്ടോമാറ്റിക് സ്പോട്ട് മെഷീനാണെങ്കിൽ കറക്റ്റ് പ്രഷറും കാര്യങ്ങളും അത് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. പ്രോപ്പർ ഹീറ്റ് ഇല്ലെങ്കിലും വെൽഡിങ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ പ്രോപ്പർ പ്രഷർ ഇല്ലെങ്കിൽ വെൽഡിങ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇത് കുറച്ച് നാൾ മുമ്പത്തെ സ്പോട്ട് വെൽഡിങ് മെഷീനാണ്. 2 മാസമായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. ഇപ്പോൾ പുതിയ സ്പോട്ട് വെൽഡ് മെഷീൻ വന്നിട്ടുണ്ട്. കാറോലൈനറിൻ്റെ അപ്ഡേറ്റഡ്. നിസാൻ്റെ സ്പെക്സ് വഴിയാണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ടൈമും പിന്നെ നമ്മുടെ വർക്കിൻ്റെ സ്പീഡും കുറഞ്ഞതിന്. കാരണം ഇതും കൂടി ടോപ്പിലായിട്ടാണ് വരുന്നത്. ഉള്ളിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഈ ഉള്ളിലേക്ക് പോയിട്ടാണ് പോണത് വെൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഇതിപ്പം മെഴ്സിഡസ് ബെൻസിൻ്റെ ഇത് വെച്ച് കാരണം നമുക്ക് കുറച്ചും കൂടി ലാഭമായി. കണ്ടിന്യൂസ് വെൽഡിങ്ങിലേക്ക് കിടന്നിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് കളയാൻ ഭാഗമാണ്. അത് കണ്ടിന്യൂസ് വെൽഡിങ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഭാഗം 240 വെച്ചിട്ട് സാൻഡ് ചെയ്തിട്ട് പ്രൈമർ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുട്ടി അതായത് ബോണ്ടി ഇടുക. തട്ടിത്താത്തുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ തട്ടിത്താത്തി അല്ലെങ്കിൽ പിന്നെ അവസാനം വീണ്ടും പുട്ടിയിട്ടിട്ട് പിന്നെ വീണ്ടും തട്ടിത്താത്തേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗം നമുക്ക് കുറവായിരിക്കും. പുട്ടിയൊക്കെ ഇട്ട് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കയറ്റാൻ പോവുകയാണ് ഇനി. അതുപോലെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് നമ്മുടെ ലാരിയാണ് പെയിൻ്റ് അടിച്ചത്. അതൊക്കെ പുള്ളി ഫിറ്റിങ്ങിലേക്ക് കിടന്നു. ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഇതാണ് അവസാനത്തെ ഫൈനൽ റിസൾട്ട്. ശരിക്കും ഈ ഭാഗം റിപ്പയർ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഓൾറെഡി പാനലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മൾ പിന്നെ റിപ്പയറിങ് നിന്നില്ല, റീപ്ലേസ് തന്നെ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.